വണ്ടറിങ് വേൾഡ് മാൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എന്നൊക്കെ അങ്ങനെയൊക്കെ പറയണമെന്നുണ്ട് കേട്ടോ. പക്ഷേ അങ്ങനെയൊന്നും പറയാൻ വയ്ക്കുന്നില്ല. ഇത് നോർമലായിട്ട് എടുക്കുന്ന ഒരു വ്ളോഗ് തന്നെയാണ്. നമ്മളിന്ന് പാർലമെൻറ്റ്, ഇവിടെയുള്ള പാർലമെൻറ്റ് ഉണ്ട്, അതൊന്ന് കാണാൻ പോവുകയാണ്. അപ്പോൾ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ടാപ്പ് ചെയ്യേണ്ട സംഭവങ്ങൾ, കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇതിലിങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്തുള്ള മെട്രോ സ്റ്റേഷന് എത്തിയിട്ടുണ്ട്. ഹെർഡ്മൻ, നമ്മൾ ഇന്നലെ വന്ന അതേ മെട്രോ സ്റ്റേഷൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പടികളാണ് കാണുന്നത്. നിലത്തൊക്കെ ഫുള്ള് ഐസായിട്ട് അതിൻ്റെ സർവീസ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. അത് ക്ലീൻ ചെയ്യുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് നല്ല സ്റ്റെപ്പാണ്, നല്ല കയറാനും ഉണ്ട്. കുറച്ചൊന്ന് സ്റ്റെപ്പ് ഉണ്ട് മക്കളെ അതിൻ്റെ മേലേക്ക്. ഒന്ന് എണ്ണീറ്റില്ല, ഞാൻ എണ്ണാനൊന്നും വയ്യ, കയ്യേ ഫുള്ള് തണുത്തിട്ടാണുള്ളത്. അപ്പോൾ അത് മണ്ടി കയറാണ്. മെട്രോ ഇപ്പം എത്തും ചെയ്യും. അങ്ങനെ മെട്രോ വന്നതിൽ കയറി, വണ്ടി കയറി. പുറത്തൊക്കെ നല്ല ഐസാണ്, നല്ല കാഴ്ചകളും ഉണ്ട്, നല്ല പകർത്തിയിട്ടുണ്ട്. അത്യാവശ്യത്തിന് ഇന്നെ കൊണ്ട് കഴിയണ പോലെ അങ്ങനെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് വെച്ചിട്ട് കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ. അങ്ങനെ മെട്രോയിൽ ഇങ്ങനെ ഇരിക്കുക, എല്ലാവരും ഇരിക്കുകയാണ്. നല്ല തണുപ്പാണ് കണ്ടോ. എല്ലാവരും ഗ്ലൗസ്, എൻ്റെ കയ്യിൽ ഗ്ലൗസും ഇല്ല. ഗ്ലൗസ് ഇല്ലാത്ത കാരണം ഫുള്ള് നല്ല വിറയാ. അപ്പോൾ മെട്രോ നിർത്തി പുറത്ത് ഡോറ് തുറന്ന് നല്ലൊരു സീറ്റ് കണ്ടെങ്കിൽ ഈ തണുപ്പത്തെ ടൈമാണ് ഇരുന്ന് നല്ല രസകരം. അപ്പോൾ കാഴ്ചകൾ ഇങ്ങനെ കണ്ട് പുറത്ത് വാതിൽ പടയും കേട്ടോ. വാതിലടഞ്ഞിട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റേഷന് നമുക്ക് ഇറങ്ങേണ്ട സ്റ്റേഷനാണ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേഷന് നമ്മളത് അവിടെ ഇറങ്ങും. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. നമ്മൾ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനിലാണ് ഇറങ്ങണേ. കുറേ നേരമായല്ലോ നിൽക്കണം. അപ്പോൾ ഒരു സീറ്റ് കിട്ടി, അവിടെ ഇവിടെ ഇരുന്നിട്ടോ. നമ്മൾ വന്ന ട്രെയിന് തിരിച്ചു പോയി. നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങി. ചെറിയൊരു സ്റ്റേഷനാണെന്നല്ല, നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുനടക്കുന്നത് തന്നെ. ഇത് പാർലമെൻറ്റ്, നമ്മളെ ഈ പാർലമെൻറ്റ് എന്നുള്ള സെൻറ്ററിൻ്റെയും ഇവിടുത്തെ ഒരു മാപ്പാണ്. നമുക്ക് ഈ ന്യൂ ആയിട്ട് വരുന്നവർക്കും ഇവിടെ ഉള്ളവർക്കൊക്കെ തന്നെ നമുക്കിതിൽ ഈ മാപ്പിൽ നോക്കിയിട്ടാണ് പുറത്തേക്ക് കിടക്കുക കേട്ടോ. അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ അതിൽ വിവരിച്ചിട്ടുണ്ട് സംഭവം എന്താണെന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി എസ്കലേറ്റർ, ഈ മുകളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ എസ്കലേറ്ററിൽ കയറി പോകണം, അല്ലെങ്കിൽ ലിഫ്റ്റാണുള്ളത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുകളിൽ ഇതിൻ്റെ സൈൻ ബോർഡ് കാര്യങ്ങൾ എങ്ങോട്ടാണ് പോവുക, എങ്ങോട്ടാണെന്ന് അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ എസ്കലേറ്റർ ആയതുകൊണ്ട് കയറുണ്ടല്ലോ, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മുകളിൽ എത്തുന്നതായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അങ്ങനെ മുകളിലെത്തിയിട്ട് പുറത്തിറങ്ങിയിട്ട് വേണം നമുക്ക് പാർലമെൻറ്റിലേക്കുള്ള ഒരു സ്ട്രീറ്റ് വ്യൂ ആണ്. അങ്ങനെ പോവാനാണ് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മൾ പുറത്ത് കിടക്കണ, അതായത് പഞ്ചിങ് മെഷീൻ കേട്ടോ. മെട്രോ സ്റ്റേഷൻ്റെ പഞ്ചിങ് മെഷീൻ. നമ്മൾ ഇപ്പോൾ മെട്രോ ഒന്ന് ഇറങ്ങിയതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, പുറത്ത് കിടക്കുമ്പോൾ പഞ്ച് ചെയ്യണ്ട, നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് പഞ്ച് ചെയ്യേണ്ടത്. ഈ ഗ്രീൻ സിഗ്നൽ കണ്ടോ, ഇവിടെ ഒരു ഷീൽഡും, ഈ ഷീൽഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവുക ചെയ്യുക പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ പഞ്ച് ചെയ്യണം. ആ പഞ്ച് ചെയ്യണ മെഷീനാണ് ഈ കാണുന്നത് കേട്ടോ. ഈ പച്ച കണ്ടോ, ഗ്രീന്, വൈഫൈ ബേസ്ഡ്. അത് നമുക്ക് ടാപ്പ് ചെയ്യാം. നമ്മൾ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് വേണമെങ്കിൽ ടാപ്പ് ചെയ്യാം. അതുപോലെ പ്രസ്റ്റോ കാർഡ് ഉണ്ട് നമുക്ക്, അത് വെച്ചിട്ട് വേണമെങ്കിലും ടാപ്പ് ചെയ്യാം. അതുപോലെ ഈ ഒട്ടാവോ എന്നുള്ള ഈ ഒരു സെക്ഷൻ, ഈ ഒരു സ്ഥലത്തിന് അതിൻ്റെതായ ഒരു കാർഡ് ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടും ചെയ്യാം. ഇനി ഈ പടികൾ കയറിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ പാർലമെൻറ്റ് എന്നുള്ള ഒരു സ്ട്രീറ്റ് വ്യൂ, അതായത് പാർലമെൻറ്റ് എന്നുള്ള ആ സ്റ്റേഷന് അതിൻ്റേത് അവിടെയുള്ള ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യൂ ഉള്ള ഏരിയയിലേക്കാണ് നമ്മൾ ഇത് നേരെ കയറി ചെല്ലണം. അങ്ങനെ നമ്മൾ ഏകദേശം മുകളിലെത്തി. അപ്പോൾ ഒരു ഡോർ കൂടി ഉണ്ട്. ആ ഡോറ് തുറന്നിട്ട് ഒരു കുറച്ചുകൂടെ പടികളുണ്ട് കേട്ടോ. ആ പടി കൂടി കയറിയിട്ട് വേണേ. നല്ലൊരു സൈൻ ബോർഡ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. താഴെയുള്ള പോലെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ, ഒരു മാപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ കോണി കയറി ആ ഡോറ് തുറന്നാൽ നമ്മൾ പാർലമെൻറ്റ് എന്നുള്ള ആ ഒരു സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി. അത്യാവശ്യം നല്ല സ്ട്രീറ്റ് വ്യൂ ഉണ്ട്, നല്ല തണുപ്പുണ്ട്. അതിനേക്കാളും നല്ല തണുപ്പുണ്ട്. കൈ ഒന്ന് പുറത്തിടാൻ വയ്യ. എന്നാലും നമ്മൾ കഴിയണ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, വ്ളോഗ് ക്ലിയർ ചെയ്യും. നാട്ടിലെ KSRTC, അതായത് ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ആണ് ഇത് കേട്ടോ. ഡബിൾ ഡെക്കറും ഉണ്ട്, നോർമലാ പോയ പോലത്തെ ബസ്സുണ്ട്, അതിൻ്റെ ചെറുതായിട്ടുള്ള ഒന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ മെയിനായിട്ട് ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ട്രാൻസ്പോർട്ടിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്.
ഈ AWD എന്ന് പറയുന്നത് മെക്ഡൊണാൾഡ് പോലെ തന്നെ ഒരു ബർഗർ മറ്റ് അങ്ങനത്തെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആട്ടോ. കുറേ പ്രാവുകളുണ്ട് കേട്ടോ അവിടെ ഈ ഇതിമ കൂടെ ഇങ്ങനെ നടക്കുന്നത് ഈ ഇതിൻ്റെ അടുത്ത് കൂടെ. പക്ഷേ ഇത് എങ്ങനെയാണ് ഇത് നടക്കണമെന്നൊക്കെ മനസ്സിലായില്ല ഈ തണുപ്പത്ത്. പിന്നെ ഈ സ്ലിപ്പറി ബോർഡ്, അതായത് കോഷൻ, അതായത് വാച്ച് ഔട്ട് ഫോർ ഫാളിങ് ഐസ്, അതായത് ഐസിൽ തെന്നി വീകണം നോക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഈ സൈഡ് ബോർഡ്സ് ഇവിടെ എല്ലാ സ്ട്രീറ്റിലും അധിക സ്ഥലത്തും ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സ്നോ ആയി കഴിഞ്ഞാൽ ഇത് ഒരു ഗവൺമെൻറ് ബേസ്ഡ് ആണോ അത് ഈ ഒരു ഷോപ്പാണോ അത് ചെയ്യണമെന്ന് അറിയില്ല. എന്തായാലും അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ നേരത്തെ താഴ്ന്ന് കണ്ടില്ലേ, അതേപോലത്തെ ഒരു പ്രാവാട്ടത്. ഈ പ്രാക്കൾ നമ്മളെ നാട്ടിൽ അതേപോലത്തെ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തോന്നിയില്ല അതേപോലെ? അപ്പോൾ ഇതിറ്റങ്ങൾ ഈ തണുപ്പ് എങ്ങനെ പ്രതിരോധിക്കണം എന്നൊക്കെ മനസ്സിലായില്ല കേട്ടോ. നമ്മളെ ഈ ഓപ്പോസിറ്റ് സൈഡ് ഇതൊരു സ്ട്രീറ്റാണ്. ഈ ഒരു സ്ട്രീറ്റിൻ്റെ ഒരു വ്യൂ ഞാൻ ഈ പാർലമെൻറ്റ് കണ്ട് റിട്ടേൺ വരുമ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഈ സൈഡ് ഒരു സ്ട്രീറ്റാണ്. ഇതൊക്കെ രാത്രി കുറച്ച് ഒരു ഈവനിങ് ഒക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ ഞാൻ ഇത് ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലാസ്റ്റ് വരെ ഒന്ന് കാണുക. നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ, ആ ലൈറ്റൊക്കെ. അപ്പോൾ നമ്മൾ ഈ മുന്നിൽ കാണുന്നതാണ് പാർലമെൻറ്റ് കെട്ടിടം. അതിൻ്റെ കാണുന്നത് ആ തലക്ക് കാണുന്നതും ഇത്. പിന്നെ ഇതിൻ്റെ മിഡിലായിട്ട് ഒന്നുണ്ട്, സെൻട്രലായിട്ട് വേറൊരു കെട്ടിടം കൂടി ഇതിലുണ്ട്. ഇത് ഫുള്ളായിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ പാർലമെൻറ്റിലേക്ക് കയറാൻ വേണ്ടി ഈ ഒരു സൈഡിലൂടെ വേണം നമ്മൾ ആ റോഡ് ക്രോസ് ചെയ്യേണ്ട സിഗ്നൽ ലൈറ്റിൻ്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇതിലൂടെ കുറച്ചാണ് നടന്ന് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സിഗ്നലിൻ്റെ അടുത്തെത്തി. അപ്പോൾ അവിടെ നോക്കിയപ്പോഴാണ് ബാങ്ക് ഓഫ് കാനഡ മ്യൂസിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ബോർഡ് ഉണ്ടോ അവിടെ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് കണ്ടത് 3D ബാങ്ക്. ഇവിടേക്ക് തോന്നുന്നത് അത് ബാങ്കുകൾ ഏറ്റവും കൂടുതൽ ബാങ്കുകളിലൊരു ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്, ബാങ്ക് ഓഫ് കാനഡ. അതോ ഇനി ബാങ്ക് ഓഫ് കാനഡൻ്റെ റീജിയണൽ ഓഫീസോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നാവോ. അങ്ങനെ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് പാർലമെൻറ്റിൻ്റെ ഒരു കവാടാണ്. ഇങ്ങനെ 5 കവാടായിട്ട് ഉണ്ട് കേട്ടോ ഇതിന്. എപ്പോഴും പോലീസ് സെക്യൂരിറ്റിയും കണ്ടോ, പോലീസ് സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഇതിനുണ്ടാവും കേട്ടോ, എപ്പോഴും ഉണ്ടാവേ. അങ്ങനെ നമ്മൾ കയറി പാർലമെൻറ്റിൻ്റെ മുറ്റത്തെത്തി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സൈഡിലേക്കൊക്കെ ഒന്നിങ്ങനെ എടുത്താണ്, നല്ല മഞ്ഞ് കൂടിയിട്ട്. അപ്പോൾ അവിടെ വേറൊരു ബിൽഡിംഗ് ഉണ്ടോ, അത് വേറെ ഈ പാർലമെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള എന്തോ ബിൽഡിംഗ് തന്നെയാണ്, പക്ഷേ എന്താണ് സംഭവം നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് മെയിനായിട്ട് പാർലമെൻറ്റിൻ്റെ ഒരു ബിൽഡിങ്. ഇതുപോലെ ഇനി 2 ബിൽഡിംഗ് കൂടെ ഉണ്ട്. സെൻറ്ററിൽ ഒന്ന് വരുന്നുണ്ട്, ആ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ അങ്ങനെയാണ് ഇത് ബിൽഡിംഗ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ ഈ ഒരു പാർലമെൻറ്റ് കെട്ടിടത്തിൻ്റെ ചുറ്റുപുറമുള്ള കെട്ടിടമൊക്കെ ഏകദേശം സെയിം തന്നെ, നല്ല രസമാണ് കാണാൻ. അതുപോലെ ഒരു പ്രതിമ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് എടുത്തേക്ക് പോകണമെന്നുണ്ട്, പക്ഷേ അത് ഇവിടെ ചവിട്ടാൻ പറ്റുമോ എന്താണ് ഇവിടുത്തെ സംഭവങ്ങൾ നമുക്കറിയില്ല. അപ്പോൾ നമ്മളതിന് റിസ്ക് എടുത്തില്ല. അപ്പോൾ കാനഡൻ്റെ ഫ്ലാഗ് കാര്യങ്ങളൊക്കെ ഈ പാർലമെൻറ്റ് കെട്ടിടത്തിൻ്റെ മുമ്പ് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ പാർലമെൻറ്റ് കെട്ടിടത്തിൻ്റെ മുന്നിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ ഈ ഒരു സൈഡിൽ ഒരു ഡോറുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ നമുക്കറിയില്ല. നമ്മൾ ടിക്കറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അന്വേഷിച്ചിട്ടില്ല, എടുത്തിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റി അവിടെ അതിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡോറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു പഴയ രീതിയിൽ, അതായത് എന്താണോ ഇത് മേക്ക് ചെയ്തവരുണ്ടാക്കിയിട്ടുള്ളത് അതന്നെ നിലനിർത്തിയിട്ട്, മാക്സിമം അതന്നെ നിലനിർത്തിയിട്ട് തന്നെ പോരാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മൾ ഈ പാർലമെൻറ്റ് കെട്ടിടത്തിൻ്റെ സെൻറ്റർ പോയിൻ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഈ സെൻറ്ററത്തെ കെട്ടിടം എന്തോ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ ഈ ഒരു ലിഫ്റ്റിങ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെഷീനറി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സൈഡിൽ ഞാൻ പറഞ്ഞില്ല, ഈ ലെഫ്റ്റ് സൈഡിലൊന്ന് റൈറ്റ് സൈഡിലൊന്ന് അതേപോലെ തന്നെയാണ് ഉള്ളത്. ഇതുണ്ട് ഒരു ഫയർ പോയിന്റ്. ഇത് പണ്ട് കാലത്തുള്ളതാണ് തോന്നുന്നത്, കാരണം ഇതിമ്പോൾ കുറേ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ് ഇതിൻ്റെ സംഭവങ്ങൾ കാരണം അറിയില്ല. ഇത് എപ്പോഴും കത്തിക്കൊണ്ടാണ്. ഞാൻ ഇങ്ങോട്ട് തന്നെ ഒരു 3ാമത്തെ തവണയാണ് ഇങ്ങോട്ട് വരുന്നത്, 2ഓ 3ഓ തവണയാണ്. അപ്പോൾ ഇത് എപ്പോഴും കത്തിക്കൊണ്ടാവും. ഇതിൽ ഇനി പെട്രോളാണോ മണ്ണെണ്ണയാണോ ഇനി വേറെ എന്തെങ്കിലും ഫ്ലൂയിഡാണോ എന്താണ് ഏത് രീതിയിലാണ് ഇത് കത്തുന്നതെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും ഈ തണുപ്പത്ത് ഇത് വലിയൊരു ആശ്വാസമാണ്. നല്ല തണുത്ത് നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. അപ്പോൾ അതുപോലെ തന്നെ ആ ബിൽഡിങ്ങൊക്കെ കണ്ടോ, എന്ത് രസമാണ്. അതിൻ്റെ ജനലിൻ്റെ കളറിങ്സ് കാര്യങ്ങൾ ഭയങ്കര രസമാണ്. ഇത് ഇവിടെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും കറക്റ്റ് ഇവിടെ നേരിട്ട് വന്ന് കാണുകയാണെന്ന് എനിക്ക് കുറച്ചുകൂടി രസം കേട്ടോ.
എന്തായാലും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഈ തണുപ്പത്തും ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഫോട്ടോ ഷൂട്ട് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഏതാണ്ടോ നല്ല തിരക്കുണ്ട്, അത്യാവശ്യത്തിന് നല്ല തിരക്കുണ്ട്, നല്ല മഞ്ഞുണ്ട്. എല്ലാവരും കൈ ഉള്ളിൽ വെച്ചിട്ടുള്ളത്, ഞാൻ മാത്രം കൈ ഗ്ലൗസും ഇല്ല, ഒന്നുമില്ല. വീഡിയോ ഏതായാലും വന്നതല്ലേ, വീഡിയോ നല്ലപോലെ എടുക്കണം എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തിൽ മാത്രം കൈയൊക്കെ പുറത്തിട്ട് തണുപ്പും സഹിച്ച് നല്ലപോലെ വീഡിയോ എടുക്കാം കേട്ടോ. എന്തായാലും ഐസ് കാര്യങ്ങൾ നല്ല തണുപ്പ്, കൈ നല്ല ചോത്ത കളറായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിന് കുറേ കവാടങ്ങളുണ്ടെന്ന് പറയുന്നല്ലോ, അതുപോലുള്ളൊരു കവാടാണിത്. എനിക്ക് തോന്നുന്നത് ഇത് ഏറ്റവും മെയിൻ കവാടാണ് തോന്നുന്നത്. അത്യാവശ്യം നല്ല സ്റ്റെപ്പ് കാര്യങ്ങൾ നല്ല ഡെക്കറേറ്റീവായിട്ട് ചെയ്തിട്ട് ഇവിടെ സ്റ്റാച്യു ആരതോ ഒരു പ്രതിമ അവിടെ ഉണ്ട്. അങ്ങനെ അവിടുന്ന് നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു മതിലിൻ്റെ തൊട്ട് സൈഡിൽ കാണുന്നത് ചെറിയൊരു കനാലാട്ടോ. പക്ഷെ ആ കനാലിലുള്ള വെള്ളം കാര്യങ്ങൾ എല്ലാം ഐസായിട്ടുള്ള ചെറിയ രീതിയിലാണ്. അവിടെ കുറച്ച് വെള്ളം കാണുന്നുണ്ട്, അത് ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി പോകാൻ പോകുന്നത് ഒട്ടാവ എന്നുള്ള ഒരു നെയിം ബോർഡ് വെച്ചിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട്. അപ്പോൾ ആ പ്ലേസിൽ പോയിട്ട് ജസ്റ്റ് അവിടുത്തെ വീഡിയോസ് കാര്യങ്ങൾ, ഒരു സ്ട്രീറ്റാണ്, അത്യാവശ്യം നല്ല ഫുഡ് കാര്യങ്ങൾ, റെസ്റ്റോറൻറ്റ്സ്, സ്റ്റുഡിയോസ്, മറ്റ് പ്രിൻറ്റുകൾ, മറ്റ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും സെയിൽസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ട്രീറ്റാണ്. അപ്പോൾ ആ സ്ട്രീറ്റിലേക്ക് പോണ വഴിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞ് പെയ്യണ കാണുന്നുണ്ടല്ലോ സൈഡിൽ കൂടെ, ആ ആളെ ബാക്ക് കൂടിയും ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു വ്യൂവിലേക്ക് നോക്കിയാലൊക്കെ നിങ്ങൾക്ക് ഈ സൈഡിലൂടെ നല്ല മഞ്ഞ് പെയ്യണ കാണുന്നുണ്ടോ, സെയിമാണ്. അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. സൈഡിൽ കുറേ പോസ്റ്റേഴ്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി നാട്ടിൽ ഇലക്ഷൻ്റെ പോലെ ഇവിടെ ഇലക്ഷൻ ഒട്ടിച്ചു തുടങ്ങിയോ, അതോ ഇനി വേറെ വല്ല വാണ്ടഡ് ലിസ്റ്റാണോ അങ്ങനത്തെ എന്തോ ആണോ എന്ന് കരുതി. എന്താണെന്ന് സംഭവം ഒന്നും അറിയില്ല. എന്തായാലും ഒരു ക്രിസ്മസിൻ്റെ ഒരു സ്റ്റിക്കർ ആയിമ കാണുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലായി എന്തോ ക്രിസ്മസിൻ്റെ പരമായിട്ടുള്ള എന്തോ സംഭവങ്ങൾ നടക്കുന്നു, അങ്ങനത്തെ സംഭവങ്ങളുള്ള ഒരു അറിയിപ്പ് നോട്ടീസാണ് തോന്നുന്നു അത്. അപ്പോൾ നമ്മൾ താഴ്ന്ന് കണ്ട അതേപോലത്തെ ഫാളിങ് ഐസ് അറ്റൻഷൻ, അതേപോലത്തെ ഒരു ബോർഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാ സ്ട്രീറ്റിലും ഇങ്ങനെ വെച്ചിട്ടുണ്ടാവുന്നു. ഇത് എനിക്ക് തോന്നുന്നു ഈ ഷോപ്പുകൾ വെക്കണേന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഈ ഷോപ്പുകൾ വെക്കുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന കസ്റ്റമേഴ്സിനോ അല്ലെങ്കിൽ മുന്നിൽ കൂടെ പോകണ ഈ വാക്കിംഗ് സ്ട്രീറ്റിൽ കൂടെ പോകുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റി വീഴണ്ട അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു മുന്നറിയിപ്പായിട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഒരു നല്ലൊരു കാര്യമാണ്. അത്യാവശ്യം നല്ല സ്ലിപ്പറി ഉണ്ട് ഇവിടെ. നമ്മൾ എന്ത് സ്പൈക്ക് കാര്യങ്ങളൊക്കെ ഇട്ട് നടക്കുകയാണെങ്കിലാണ് ഓക്കെ ആവുള്ളൂ, അല്ലാത്ത പക്ഷം എന്തായാലും വീഴും. അത്രയ്ക്ക് നല്ല സ്ലിപ്പറിയാണ്, നല്ല ഐസും നല്ല തണുപ്പും ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ആ സ്ട്രീറ്റിൻ്റെ ലൈറ്റ്സ് വരുന്നുണ്ട്, ഇപ്പോൾ തന്നെ കണ്ടില്ല, നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ഈ ഒട്ടാവ എന്നുള്ള ബോർഡിൻ്റെ അടുത്തെത്താനായി. അതൊരു കവാടാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പാർലമെൻറ്റിലേക്കുള്ള അടുത്തൊരു കവാടായിട്ടാണ് അത് കാണുന്നത്. അങ്ങനെ നമ്മൾ ഒട്ടാവ എന്നുള്ള ബോർഡിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഒട്ടാവ എന്നുള്ള ബോർഡ്. ഇത് രാത്രി ആകുമ്പോൾ ഇതിൽ കൂടുതൽ രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ സൈഡിൽ കണ്ടോ JCB ആയിട്ട് ഐസ് കാര്യങ്ങൾ കോരുകയാണ്. അപ്പോൾ ഈ സ്ട്രീറ്റാണിത്, ഒരു സ്ട്രീറ്റാണ്. അപ്പോൾ സ്ട്രീറ്റിൻ്റെ രണ്ട് സൈഡിൽ കടകൾ കാര്യങ്ങളായിട്ട് നല്ല അടിപൊളി സ്ട്രീറ്റാണ്. അത്യാവശ്യം വൃത്തി കാര്യങ്ങളായിട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്ന ഒരു സ്ട്രീറ്റാണ് ഇത് കേട്ടോ. കുറച്ച് പഴയ സ്ട്രീറ്റാണ്. അതേപോലെ ആ പഴയ ബിൽഡിങ്സ് കാര്യങ്ങൾ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അത് നല്ല പണിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല പണിയാണ്, അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടെ കേട്ടോ. ഈ ഏരിയ തന്നെ ഒരു വേസ്റ്റും ഇല്ല, ഒരു സ്മെല്ല് കാര്യങ്ങൾ. ഇപ്പം നമ്മളെ നാട്ടിലാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, സ്മെല്ല് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ.
അങ്ങനെ നമ്മൾ വീണ്ടും ആ സ്ട്രീറ്റ് കൂടെ കുറച്ചുകൂടി മുന്നിലേക്ക് നടക്കുകയാണ്. എനിക്കെന്താ വെച്ചാൽ ഇവിടെ ഒരു പ്രിൻറ്റിങ്ങിൻ്റെ ഷോപ്പിലൊന്ന് പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ആ പ്രിൻറ്റിങ്ങിൻ്റെ ഷോപ്പിലൊന്ന് പോകണം, ആ പ്രിൻ്റ് ഒന്ന് എടുക്കണം. അങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഒന്നാമതായിട്ട് ഈ സ്ട്രീറ്റിൻ്റെ 2 സൈഡിൽ ഞാൻ കടകളുണ്ടെന്ന് പറഞ്ഞില്ലേ, കണ്ടോ? ഈ കടകൾ കാണാൻ തന്നെ നല്ല രസമാണ്. നല്ല തരം ഗ്രാഫിക് തീംസ്, അതുപോലെ നമ്മളെ നാട്ടിലത്തെ പോലെ ഈ സൈഡിൽ സൺസൈഡ് സംഭവങ്ങളൊന്നും ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. എന്തോ മ്യൂസിക് ടീമാണ് തോന്നുന്നു കേട്ടോ. ഏതോ മ്യൂസിക് ടീം അവിടെ സെറ്റ് ആവുന്നുണ്ട്, എന്തോ പരിപാടി ഉണ്ട് തോന്നുന്നു. ഇത് കുറേ ഷെഡുകളുണ്ട്, 1, 2 അങ്ങനെ കുറേ ഷെഡുകളുണ്ട്. ആ ഷെഡുകളിലൊക്കെ ഇവർ പരിപാടിക്ക് വേണ്ടിയിട്ട് ഓരോ ഹാളായിട്ട് എടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ തിരിച്ച് ഞാൻ ആ പാർലമെൻറ്റിൻ്റെ ആ സ്ഥലത്തേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ പോണ വഴിയിൽ ഞാൻ മുന്നേ വന്ന അതേ വഴി കൂടെ തന്നെ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഒട്ടാവ ബോർഡ് കുറച്ച് ലോങ്ങിൽ നിന്ന് ഒന്നും കൂടി എടുക്കുക. അപ്പോൾ അതിൻ്റെ രസം കുറച്ചുകൂടി ഒന്ന് എങ്ങനെ ഉണ്ടാവും അതിൻ്റെ രസം എന്നൊക്കെ നോക്കി തന്നെ നടക്കുകയായിരുന്നു. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഞാനിങ്ങനെ പോണതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നല്ല രസമുള്ള ഒരു ലൈറ്റ് കാര്യം, ഒരു ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒട്ടാവൻ്റെ ആ അത് നിങ്ങൾക്കവിടെ കാണാമല്ലോ. അത് രാത്രി ആകുമ്പോൾ നല്ല ഒരു ടൈപ്സ് ഓഫ് കളേഴ്സ് ഉണ്ട് തോന്നുന്നു അതിൽ. അതോ ഈ ഒരു കളേഴ്സ് തന്നെയാണോ? നൈറ്റിൽ ഞാൻ ഇവിടെ വന്നിട്ടില്ല കേട്ടോ അതിൻ്റെ വ്യൂ കാണാൻ. ഇനി നമ്മൾ ഒട്ടാവ എന്നുള്ള ബോർഡ് ഉണ്ടല്ലോ, അതിൻ്റെ ബാക്ക് സൈഡില്ലേ, അതിൻ്റെ ആ ബാക്ക് സൈഡ് ഒന്ന് നോക്കാൻ പോവാണേ. അപ്പോൾ ആ ബാക്ക് സൈഡ് എന്ത് കളറാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. കണ്ടോ, ഒരു കളറും ഇല്ല. അങ്ങനെ നമ്മൾ തിരിച്ച് പാർലമെൻറ്റ് എന്നുള്ള ഈ ഒരു മെട്രോ സ്റ്റേഷനിലേക്ക് എത്തണം. അപ്പോൾ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വന്ന അതേ വഴി കൂടെ പോകുമ്പോൾ പാർലമെൻറ്റ് കുറച്ച് ദൂരത്തുനിന്ന് കാണുകയാണ്. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അപ്പോൾ ഈ സ്ട്രീറ്റ് ഉണ്ടല്ലോ, ഇതിലൂടെ ഈ ക്രോസിംഗ് ഒക്കെ ക്രോസ് ചെയ്ത് നല്ലപോലെ ക്രോസ് ചെയ്തിട്ടൊക്കെ വേണം. അങ്ങനെ നല്ല രീതിയിൽ ഈ റോഡൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് പാർലമെൻറ്റ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ. ഈ പാർലമെൻറ്റ് എന്നുള്ള സ്റ്റേഷനിൽ നിന്ന് നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ. അപ്പോൾ ഈ നൈറ്റ്, അതായത് ഈ ഒരു ഈവനിങ് വ്യൂവിൽ ഈ ലൈറ്റുകളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ആ കാണുന്നത് വലിയൊരു ഹോട്ടലാണ് തോന്നുന്നു കേട്ടോ. നേരത്തെ വന്നപ്പോൾ അവിടെ നല്ല ആൾക്കാരുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ പോണ വഴിയിൽ ഈ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നേരെ ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ വന്നിറങ്ങുക. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും. ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്നുള്ളത് ഇവിടെ അധിക സമയത്തും ഓടുന്നതാണ്. നൈറ്റ് ആയാലും ഇവിടെ 24 hours മാക്സിമം ഇവിടെ ബസ്സുകൾ ഓടലുണ്ട് കേട്ടോ. ഇനി അതേപോലെ തന്നെ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ. ഇത് എന്താണ് സ്റ്റാച്ചു, എന്താണ് സംഭവം എന്ന് അറിയില്ല. അവിടെ കുറേ സ്റ്റാച്ചുകൾ ഇവിടെ ഈ കാനഡയിൽ ഞാൻ ഇതുവരെ കണ്ടതിൽ കുറേ സ്റ്റാച്ചുകൾ ഇതേപോലെ കണ്ടിട്ടുണ്ട്, ബ്ലാക്ക് ഷെയ്ഡിൽ. അങ്ങനെ നമ്മളെ സിഗ്നൽ കത്തി റോഡ് ക്രോസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട അതേ ആ ബിൽഡിംഗ് ആണിത്. ആ ഹോട്ടലിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, അതേപോലത്തെ ഒരു സംഭവം. ഇതിൽ നേരത്തെ ഞാൻ തിരിച്ചു വരുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ സ്ട്രീറ്റ് വ്യൂ ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർലമെൻറ്റ് അവിടെ നിന്ന് കാണാം. അപ്പോൾ അവിടെ കയറണം. എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനെയും കൂടി കണ്ടിട്ട് അവിടെ നിന്ന് അങ്ങനെ എടുത്ത് പോകാനാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ കനാല് ഫുള്ള് ഐസായിട്ടുണ്ട്. അപ്പോൾ സെൻറ്ററിൽ കണ്ടോ ഒരു ഇച്ചിരി വെള്ളമുണ്ട്. ആ വെള്ളം ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല രസമാണ് അവിടുന്ന് ഇങ്ങനെ കാണുമ്പോൾ തന്നെ. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ കണ്ട് ഞാനിങ്ങനെ കുറച്ചും കൂടിയൊക്കെ മുന്നിൽ ഇങ്ങനെ നടന്നു. അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടെ ഈ ഒരു സംഭവത്തിനെ പറ്റിയിട്ട് എന്തോ ഒരു വിവരിച്ചിട്ട് ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് ഈ തണുപ്പ് കാരണം
ഈ കൈ പുറത്തിട്ട് നിൽക്കണ കാരണം വായിച്ച് ഇങ്ങനെ നിൽക്കാൻ ടൈം കിട്ടിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ നേരെ കുറച്ചുകൂടി മുന്നിലേക്ക് നടന്നിട്ട് ആ പാർലമെൻറ്റിലുള്ള എൻ്റെ ഫ്രണ്ടിനെ കൂട്ടിയിട്ട് തിരിച്ച് വീട്ടിൽ പോകാമെന്നുള്ള ഒരു ഇതിൽ കുറച്ചുകൂടി സ്പീഡിൽ ഇങ്ങനെ നടക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ ലേറ്റ് കാര്യങ്ങളൊക്കെ ഈ സമയത്ത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും. എല്ലാവരും ഫാമിലി ആയിട്ടും മറ്റുമായിട്ടൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തിരിച്ച് നമ്മൾ പാർലമെൻറ്റിൻ്റെ അങ്ങോട്ട് തന്നെ നടക്കുകയാണ്. അവിടെയുള്ള ആ തീ വരുന്ന ആ സംഭവം ഉണ്ടല്ലോ, അവിടെ നിന്നിട്ട് കൈയൊക്കെ ഒന്ന് സെറ്റാക്കണം. കാരണം പുറത്ത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യത്തിന് വേണ്ടി കൈയൊക്കെ പുറത്തിട്ട കാരണേ അത്യാവശ്യം കൈയൊക്കെ നല്ല ഫ്രീസായിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് തന്നെ നമ്മൾ പുറത്തേക്ക് നിന്നുള്ള വ്യൂസ് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ്. ആ ബിൽഡിങ്ങിലൊക്കെ നല്ല കളർ കൊണ്ട് നമ്മളൊക്കെ കരുതുന്നത് ഈ മഞ്ഞ് മൂടിയ ഒരു കാനഡ എന്നാണല്ലോ. അത് ഈ ഒട്ടാവയിൽ വന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ കഴിയും കേട്ടോ. ഈ ഒട്ടാവയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് കാണാൻ കഴിയും. എന്നാൽ ഈ ഒരു സംഭവം ഈ ടൊറൻഡോയിൽ ഇല്ല കേട്ടോ. കാരണം ഒട്ടാവയിലാണ് ഏറ്റവും കൂടുതൽ -20 -25 ഉള്ളത്. ഈ ടൊറൻഡോയിൽ അത് -3 -2 അങ്ങനെയൊക്കെ ആയിട്ടാണുള്ളത്. ഏതായാലും നമ്മൾ ഇവിടുന്ന് പോരുകയാണ്. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് ഇവിടെ ഒന്നുകൂടി മൊത്തമായിട്ടൊന്ന് കാണിക്കാം. ആ തീയുള്ള സംഭവം ഉണ്ടല്ലോ, ആ തീ വരുന്ന സംഭവത്തിൻ്റെ അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചൂടാക്കാനുണ്ട്. അപ്പോൾ അവിടേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് മുന്നിലേക്ക് കയറിയിട്ട് മൊത്തത്തിൽ ഈ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് കാണുന്നുണ്ട്. മഞ്ഞ് കാര്യങ്ങൾ, അതുപോലെ ആ ബിൽഡിങ്ങിൻ്റെ കളറ് എല്ലാം നല്ല രസമാണ് കാണാൻ. പ്രത്യേകിച്ച് ഈ വൈറ്റ് ഷെയ്ഡ് ഈ സ്നോ വീണ് കിടക്കണോണ്ട് അവിടെയൊക്കെ കാണാൻ പ്രത്യേക രസമാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞല്ലോ ഒരു ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരു വ്യൂസ് കാണിച്ചു തരേണ്ടതെന്ന്. അപ്പോൾ ആ വ്യൂ എന്നുള്ള ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് നോക്കി നിങ്ങൾ, എന്ത് രസമാണ് കാണാൻ. നേരത്തെ കണ്ടിരുന്നെങ്കിൽ ഈ ലൈറ്റൊന്നും ഇല്ലെങ്കിൽ അത്ര വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ രണ്ട് സൈഡിൽ നല്ല റെഡിഷ് ഇതും ഒരു യെല്ലോ ഷെയ്ഡ്, നല്ല ബിൽഡിങ്സ്, ആ സ്നോ വീണ് കിടക്കുന്നത്, ഇതൊക്കെ കാണാൻ ഭയങ്കര രസം. എന്തു പറഞ്ഞാലും ടൊറൻഡോനെക്കാട്ടും കുറച്ചുകൂടെ കാണാൻ രസം എനിക്ക് തോന്നിയത് ഒട്ടാവാണ്. അത് ഇനി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആട്ടോ, എല്ലാവർക്കും അതുപോലെ ആവണമെന്നില്ല. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഉള്ളിലേക്ക് നടക്കാനൊന്നും നിന്നില്ല. ഏകദേശം ഇതേപോലെ തന്നെ സെയിം ആയിട്ട് തന്നെയാണ് തല വരെ ഉള്ളത്.
അത് ഈ ക്രിസ്മസ് ആയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചാണ് കണ്ടോ. ഈ ഇവിടെയൊക്കെ പബ്ബ് കാര്യങ്ങളൊക്കെയാണ്, ഈ നൈറ്റിൽ ഓപ്പൺ ആവണ ഹോട്ടൽസ് പബ്ബ് അങ്ങനത്തതാണുള്ളത്. അപ്പോൾ നമ്മൾ ഇനി നേരെ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, മെട്രോക്ക് പോവുകയാണ്. അപ്പോൾ നേരത്തെ വന്ന അതേ സ്ഥലത്ത് കൂടെ തന്നെ മെട്രോയിലേക്ക് പോവുകയാണ്. ആ കാണുന്ന ഒരു സീറോൻ്റെ ഒരു റെഡ് ഇത് കണ്ടോ റൗണ്ട്, ഇതാണ് ഇവിടുത്തെ മെട്രോൻ്റെ സിമ്പൽ, ഇവിടുത്തെ OC ട്രാൻസ്പോർട്ടിൻ്റെ സിമ്പലാണത്. അപ്പോൾ നമ്മളിങ്ങനെ മെട്രോയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് മെട്രോൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.